ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ടിന്റെ ഉൽപ്പാദനം നിർത്തുന്നു. 2026ഓടെ SUVയുടെ ഉൽപ്പാദനം അവസാനിപ്പിക്കാനാണ് JLR തീരുമാനിച്ചിരിക്കുന്നത്. ലാൻഡ് റോവറിന്റെ എൻട്രി ലെവൽ പ്രീമിയം SUVയായ ഡിസ്കവറി സ്പോർട്ട് 2026 ഡിസംബറോടെ ഉൽപ്പാദനം അവസാനിപ്പിക്കുമെന്ന് ജാഗ്വാർ ലാൻഡ് റോവർ സ്ഥിരീകരിച്ചു. 2015-ൽ വിപണിയിലെത്തിയ മോഡൽ 11 വർഷത്തെ വിജയകരമായ യാത്രയ്ക്ക് ശേഷമാണ് വിട പറയുന്നത്. 2026 അവസാനത്തോടെ ഉൽപ്പാദനം പൂർണ്ണമായും അവസാനിക്കുമെന്നും ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ഫാക്ടറി ഓർഡറുകൾ നിർത്തിയതായും കമ്പനി അറിയിച്ചു. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ വിപണികളിൽ പുതിയ ഓർഡറുകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പുതിയ ജനറൽ സേഫ്റ്റി റെഗുലേഷൻ 2 സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നതും മോഡലിന്റെ ജീവിതചക്രം അവസാനിച്ചതുമാണ് ഉൽപ്പാദനം നിർത്താനുള്ള പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മോഡൽ നവീകരിക്കുന്നതിന് പകരം ഉൽപ്പാദനം അവസാനിപ്പിക്കാനാണ് കമ്പനി തീരുമാനിച്ചത്. 2015-ൽ ഫ്രീലാൻഡറിന് പകരക്കാരനായാണ് ഡിസ്കവറി സ്പോർട്ട് അവതരിപ്പിച്ചത്. 7 സീറ്റർ ഓപ്ഷൻ, ഓഫ് റോഡ് കഴിവ്, പ്രീമിയം ഫീച്ചറുകൾ എന്നിവയിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ മോഡൽ 2016-ൽ JLRന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനമായി മാറിയിരുന്നു. എന്നാൽ അടുത്ത വർഷങ്ങളിലായി വിൽപ്പനയിൽ ഗണ്യമായ ഇടിവുണ്ടായി. 2025-ൽ ഈ മോഡലിന്റെ വിൽപ്പന മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഡിസ്കവറി സ്പോർട്ടിന് നേരിട്ട് പകരം മറ്റൊരു മോഡൽ അവതരിപ്പിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പകരം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും പുതിയ തലമുറ SUVകളിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ജാഗ്വാർ ലാൻഡ് റോവറിന്റെ പദ്ധതി. കമ്പനി ഭാവിയിൽ കൂടുതൽ ഇലക്ട്രിക് മോഡലുകളും പുതിയ ഡിഫൻഡർ സ്പോർട്ട് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് വീഡിയോ താൽക്കാലികമായി നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ സമൻസ്. സാങ്കേതിക പിഴവെന്ന് വിശദീകരിച്ച് മെറ്റ ക്ഷമാപണം നടത്തിയെങ്കിലും വിശദീകരണം തൃപ്തികരമല്ലെന്ന് കേന്ദ്രം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ താൽക്കാലികമായി പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ക്ഷമാപണം നടത്തി. സാങ്കേതിക പിഴവ് മൂലമാണ് വീഡിയോ അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടതെന്നും പിഴവ് തിരിച്ചറിഞ്ഞ ഉടൻ വീഡിയോ പുനഃസ്ഥാപിച്ചതായും കമ്പനി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഇത് മനഃപൂർവ്വമായ നടപടിയല്ലെന്നും മെറ്റ വിശദീകരിച്ചു. എന്നാൽ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുള്ള വീഡിയോ എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു, അതിനു പിന്നിലെ സാങ്കേതികവും ഭരണപരവുമായ കാരണം എന്താണ്, ഇത്തരം വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ കമ്പനി എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയുടെ ആഗോള പബ്ലിക് പോളിസി വിഭാഗം മേധാവിക്ക് സമൻസ് അയച്ചു. സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മെറ്റ നൽകിയ സാങ്കേതിക പിഴവ് എന്ന വിശദീകരണം തൃപ്തികരമല്ല. വിഷയം ഇതോടെ അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ ചർച്ചകളും പരിശോധനകളും ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സ്വീകരിക്കുന്ന ഉള്ളടക്ക നിയന്ത്രണ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും സർക്കാർ കൂടുതൽ വ്യക്തത തേടുകയാണ്. നീക്കം ചെയ്യപ്പെട്ട വീഡിയോയിൽ രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും പരീക്ഷാ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ അപ്രത്യക്ഷമായതോടെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധവും ചർച്ചയും ഉയർന്നു. തുടർന്ന് മെറ്റ വീഡിയോ പുനഃസ്ഥാപിക്കുകയും ഔദ്യോഗികമായി ക്ഷമാപണം നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്കുള്ള ചുവടുവയ്പുമായി ഇലോൺ മസ്കിന്റെ എക്സ് മണി സേവനം അമേരിക്കയിലെ പ്രീമിയം ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെ ഒരു എവരിത്തിങ് ആപ്പാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇലോൺ മസ്ക് പുതിയ ബാങ്കിംഗ് പേയ്മെന്റ് സേവനമായ എക്സ് മണി അവതരിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ അമേരിക്കയിലെ പ്രീമിയം പ്ലസ് സബ്സ്ക്രൈബർമാർക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത്. മുമ്പ് പരിമിതമായ ബീറ്റ പരീക്ഷണവുമായി ലഭ്യമായിരുന്ന സേവനമാണ് ഇപ്പോൾ കൂടുതൽ ഉപയോക്താക്കളിലേക്ക് വ്യാപിപ്പിച്ചത്. എക്സ് മണി വഴി ഉപയോക്താക്കൾക്ക് ആപ്പിനുള്ളിൽ തന്നെ പണം അയക്കാനും സ്വീകരിക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാനും വിസ, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാനും കഴിയും. ആപ്പിൾ വാലറ്റ് പിന്തുണയും പിയർ ടു പിയർ പേയ്മെന്റുകളും ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ചില ഉപയോക്താക്കൾക്ക് ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളും ഉയർന്ന പലിശ നിരക്കും ലഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. സോഷ്യൽ മീഡിയ, സന്ദേശവിനിമയം, പേയ്മെന്റ്, ബാങ്കിംഗ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്ന ഇലോൺ മസ്കിന്റെ ദീർഘകാല ലക്ഷ്യത്തിലെ പ്രധാന ചുവടുവയ്പായാണ് എക്സ് മണിയെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സാമ്പത്തിക സേവനങ്ങളിലേക്കുള്ള എക്സിന്റെ വ്യാപനം അമേരിക്കയിൽ നിയന്ത്രണ ഏജൻസികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിനും വിധേയമായിട്ടുണ്ട്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.